എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക ചാപ്റ്റർ 1 അങ്ങനെ വിജയകരമായിട്ട് 30-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ 29-ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച മാത്രം ബുക്ക് മൈ ഷോയിലൂടെ 24 മണിക്കൂറുകൾ കൊണ്ട് വിറ്റഴിച്ചത് ഏകദേശം 20,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. ഇന്നലെ വിനീത് ശ്രീനിവാസൻ ചിത്രം കരം റിലീസ് ഉണ്ടായിട്ട് പോലും ബുക്ക് മൈ ഷോയിലൂടെ ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റ ചിത്രം ലോകയായിരുന്നു. അതായത് കഴിഞ്ഞ 29 ദിവസമായിട്ട് മലയാള ചിത്രങ്ങളിൽ നമ്പർ 1 ആയിട്ട് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ഓണം റിലീസായി എത്തി ആഗസ്റ്റ് 28-ന് റിലീസ് ചെയ്ത ചിത്രം വിജയ ജൈത്രയാത്ര തുടരുകയാണ്. ഇന്ന് ലോകയുടെ 30-ാം ദിവസമായ വെള്ളിയാഴ്ചയാണ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 50,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതാണ്. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക്ഡ് കളക്ഷനിലൂടെ മാത്രം 100 കോടി നേടുന്ന ചിത്രമായിട്ട് ലോക മാറിയിരിക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ചിത്രം കൂടിയാണ് ലോക. ഇതിനു മുമ്പ് തുടരുമെന്ന ലാലേട്ടൻ ചിത്രമാണ് ട്രാക്ക്ഡ് കളക്ഷനിലൂടെ ഏറ്റവും ഉയർന്ന, അതായത് 100 കോടി എന്ന മാന്ത്രിക സംഖ്യ ടച്ച് ചെയ്തത് കേരള ബോക്സ് ഓഫീസിൽ. ട്രാക്ക്ഡ് കളക്ഷനിലൂടെ മാത്രം 107 കോടി റേഞ്ചിലാണ് തുടരും സിനിമ ട്രാക്കിങ്ങിലൂടെ നേടിയെടുത്തത്. ഇപ്പോഴത്തെ ലോക 29 ദിവസങ്ങൾ കഴിയുമ്പോൾ 100 കോടിയും പിന്നിട്ടിരിക്കുകയാണ് ട്രാക്കിങ്ങിലൂടെ. ഇനി നമുക്ക് ലോകയുടെ 29-ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ചത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് പോകാം. ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ ഫൈനലായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1018 ഷോകളാണ്. ഇന്നലെ 29-ാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ 32,000-ൽ പരം പ്രേക്ഷകരെയാണ് ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1018 ഷോകൾ ട്രാക്ക് ചെയ്യുമ്പോൾ ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻസിയായി വന്നിരിക്കുന്നത് 15%-ന് മുകളിലാണ്. ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ ഒരു വർക്കിംഗ് ഡേയിൽ പോലും 29-ാം ദിവസം 52 ലക്ഷം രൂപയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ ട്രാക്കിംഗ് കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് ചിത്രത്തിന്റെ 29-ാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ 70 ലക്ഷത്തിന് മുകളിലാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 29 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ലോക ചാപ്റ്റർ 1 ചന്ദ്ര സ്വന്തമാക്കിയിരിക്കുന്നത് 108 കോടിക്ക് മുകളിലാണ്. ഇനി നമുക്ക് ഇന്നത്തെ വെള്ളിയാഴ്ച 30-ാം ദിവസത്തെ കേരള അഡ്വാൻസ് സെയിൽ നോക്കാം. ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ ലോകയുടെ പേരിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 856 ഷോകളാണ്. 30-ാം ദിവസം ഓഡിയൻസായി ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഇതുവരെ 10,000-ന് മുകളിലുള്ള പ്രേക്ഷകരെയാണ്. നിലവിൽ 17 ലക്ഷം രൂപയാണ് 30-ാം ദിവസത്തെ ഇന്ന് രാവിലെ വരെയുള്ള അഡ്വാൻസ് സെയില് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വന്നിരിക്കുന്നത്. അതായത് ഇന്നും ചിത്രത്തിന് മികച്ചൊരു കേരള കളക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നു മുതൽ ചിത്രത്തിന്റെ പുതിയൊരു വീക്കെൻഡ് കൂടി തുടങ്ങുകയാണ്. ഈ ഒരു വീക്കെൻഡ് കഴിയുന്നതോടുകൂടി തന്നെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 112 കോടി റേഞ്ചിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ 285 കോടി ക്ലബിലും എത്തും. അപ്പോൾ ഈ ഒരു കളക്ഷൻ അപ്ഡേറ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.